ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയായിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മളെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഞാൻ 2 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് അരിപ്പൊടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അരിപ്പൊടിയുടെ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഒരു 1/4 മുറി തേങ്ങ എടുത്താൽ മതി. ഇത് ചിരകിയത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പം ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ. ഇനി ഇതിലോട്ട് വേണ്ടത് നെയ്യാണ്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതേപോലെ പെട്ടെന്ന് തന്നെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായി പോകും. അപ്പോൾ അരിപ്പൊടി ഒട്ടും തന്നെ വേവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന ആ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഞാൻ കുറേ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പീസ് മുന്നേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും. ഇത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതിലോട്ട് 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നെയ്യ് തന്നെ ചേർക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യ് തന്നെ ചേർക്കണം. അപ്പോൾ ഇത്ര മതി, ഇത്രയേ വേണ്ടൂ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ ഒരു കട്ടിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പാത്രം ആയതുകൊണ്ട് അതിലോട്ട് മരുന്ന് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റോ അതേപോലെ ടിഫിൻ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിലും നെയ്യ് തടവിയിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി മുഴുവനായിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇത് 2-3 മണിക്കൂറിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പം തന്നെ സൈഡൊക്കെ ഒട്ടാതെ നന്നായിട്ട് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇനി ഒരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചായക്കടി കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്